ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ ചൂണ്ടിക്കാണിക്കാനാ കൊണ്ടുവരുന്നത്. മോളെ കാണുമ്പോ അവർ ഞെട്ടിപ്പോവല്ലോ. അതെ, കേവലം ആ വീട്ടിലെ ജോലിക്കാരിയായി നിന്ന എന്നെ ആ അമ്മയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അരുൺ സാറിന്റെ അമ്മ ഒരു പാവോ, എങ്കിലും ഈ കള്ളക്കളി എത്രത്തോളം സഹിക്കാൻ പറ്റുന്ന അറിയില്ലല്ലോ. ആരെങ്കിലുമൊക്കെ സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും എല്ലാവരും ഈ സംഭവത്തിന്റെ പേരിൽ നട്ടം തിരിയും. ജയിലിൽ പോയി കണ്ടപ്പോ കണ്ണേട്ടനും കാര്യവും ഉപദേശിച്ചു കാണും. അതുകൊണ്ടാ അരുൺ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അമ്മയും കുട്ടി ഇന്നിവിടെ വരുമെന്നാ പറഞ്ഞത്. ഇതൊക്കെ നേരത്തെ ആവാമായിരുന്നു, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ്. അന്നൊക്കെ നാട് നില വിവാഹം ആലോചിച്ച് നടന്നു. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതൊട്ടില്ല താനും. ഇതൊക്കെ അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യങ്ങളല്ല. അതിന് സാറിനെ കുറ്റപ്പെടുത്തണ്ടേ അടുത്തി? അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ സാറ് രജിസ്റ്റർ മാരേജ് ചെയ്തു. അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചിട്ടേ വിവാഹത്തിലേക്ക് കടക്കുമായിരുന്നുള്ളൂ. എന്തായാലും അമ്മ എന്നെ കാണാൻ വരുമ്പോ ഏടത്തി പറഞ്ഞ പോലെ അന്തം വിട്ടുപോവും. മോൾ ആ വീട്ടിൽ ചെന്ന ശേഷമായിരിക്കും നിങ്ങൾ തമ്മിൽ അടുത്തതെന്ന് പോലും അവർ ചിന്തിക്കില്ലേ? അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണോ ഇനി? അപ്പച്ചി ആദ്യം കാര്യങ്ങൾ തിരിച്ചറിയുന്നതിലും നല്ലത് അമ്മ അറിയുന്നതാ. ഇനി അവരെന്തുണ്ടാക്കിയാലും അമ്മ കുടിച്ചു നോക്കിയിട്ടേ എനിക്ക് തരാവൂ. അത്രേ ഉള്ളൂ. അല്ല, മോളെന്താ ഗൗരവത്തെ ആലോചിക്കുന്നേ? ഇപ്പോഴും അവർ രണ്ടാളും ചുറ്റുന്നുണ്ട്. കൃഷി ഓഫീസറും കാർത്തും. അമ്പലത്തിലും പാടവരമ്പത്തുമൊക്കെ രണ്ടാളെയും കാണുന്നുമുണ്ട്. പപ്പ പോയി അയാളുടെ അപ്പച്ചിയോട് വിവരം പറഞ്ഞിട്ടും ഒരു ഫലവും കണ്ടില്ല. അവര് തമ്മിൽ വിവാഹം കഴിക്കുന്ന ദീപേട്ടൻ പറയുന്നേ. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞ അവൾ അങ്ങ് രക്ഷപ്പെടും. എനിക്ക് കിട്ടിയതൊരു കോന്ത്. അവൾക്ക് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. അയ്യേ, ചെറുപ്പക്കാരനോ? അവൻ വയസ്സനാടി മോളെ. ഒരു 10-40 വയസ്സെങ്കിലും കാണും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയണ്ട. ഉണ്ണിയേട്ടനും കൃഷി ഓഫീസറും തമ്മിൽ ഇടിയിട്ടാലേ ആര് ജയിക്കും? എന്നാ പിന്നെ നീ ഏതെങ്കിലും ഒരു ഗുസ്തിക്കാരനെ കല്യാണം കഴിച്ചാ പോരായിരുന്നോ? അതുകൊണ്ടാ ദീപേട്ടൻ മതിയെന്ന് ഞാൻ പറഞ്ഞത്. അയ്യോ, എപ്പോഴാ പറഞ്ഞത്? ഉണ്ണിയേട്ടനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോ മനസ്സിലായില്ലേ, കുടുംബ മഹിമയും സമ്പത്തുമല്ല ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന്. അടുക്കള കയറി നേരാൻ വണ്ണം ഒരു ചായ ഉണ്ടാക്കിയ ഏട്ടത്തിക്ക് അറിയാമോ? ഇത് അവളോട് പറഞ്ഞിട്ട് നീയും അവളും തമ്മിൽ വഴക്കിടുന്നത് കണ്ട് രസിക്കലല്ല എന്റെ പണി. നിനക്ക് കാര്യമായ തകരാറെന്തോ സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ മിക്കവാറും ഉടനെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ദേ, നിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ മനസ്സിൽ നിന്ന് പുറത്തു കളഞ്ഞിട്ട് മാളവിനെ കല്യാണം കഴിക്കാൻ തയ്യാറായിക്കോണം. ആ ബന്ധമേ നടക്കൂ. താൻ എങ്ങോട്ട് പോവുക ബിശ്വ? ഞാനേ ഒന്ന് സംസാരിച്ചൊതുക്കാമോ നോക്കട്ടെ. അരുണിന്റെ അമ്മയ്ക്ക് മോളെ ഉറപ്പായി ഇഷ്ടപ്പെടും. മോളെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് അരുണിനോട് പറയുകയും ചെയ്യും. വേറൊന്നും കൊണ്ടല്ല ഏട്ടത്തി ഇത് പറയുന്നത്. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാ മോളിന്ന് പ്രാർത്ഥിച്ചത്.
അത് അമ്മ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. സാറ് പറഞ്ഞ പോലെ എന്നെ കൊണ്ടുവന്ന് കാണിക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നാ പ്രാർത്ഥിച്ചത്. ആ അമ്മയുടെ കണ്ണിൽ എന്തായാലും ഞാൻ അവരുടെ തറവാട്ടിലെ ജോലിക്കാരിയാ. അതുകൊണ്ട് ആ കണ്ണോടെ അരുൺ സാറിന്റെ അമ്മയ്ക്ക് നോക്കാൻ പറ്റൂ. അങ്ങനെയുള്ളപ്പോ എത്ര ദേവിയെ വിളിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഇന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവരുതെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്, അത്രയും. ആ വീട്ടിലെ ഏറ്റവും പാവം അമ്മയായതുകൊണ്ടല്ലേ അമ്മയും കൂട്ടി അരുൺ വരുന്നത്. അരുൺ സാറിന്റെ അമ്മയെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞല്ലോ. സാറിനെ പോലെ തന്നെ നന്മയുള്ളൊരമ്മയാ. ഒരുപക്ഷെ സാറിന്റെ ഏട്ടത്തെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് കാലം ആ വീട്ടിൽ നിന്നേനെ. എന്റെ പാചകവും മറ്റു രീതികളും ഒക്കെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. മോക്ക് അമ്മയെന്ന് വിളിക്കാൻ ആരുമില്ല. ഒരമ്മയുടെ സ്നേഹം തരാനും ആരെക്കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല. അതിനൊരു പരിഹാരമായിട്ടായിരിക്കും ഇനി അമ്മായിയമ്മയാവാൻ പോകുന്ന ഈ അമ്മ. അക്കാര്യത്തിൽ എനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഇല്ല എടുത്തി. ഒരിക്കലും സാറിന്റെ അമ്മയും കുട്ടി ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഇന്നെന്നെ കാണുവാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അരുൺ സാറിന്റെ അപ്പച്ചിയോട് എന്തു പറയുന്നറിയാതെ ആ അമ്മയും വീർപ്പ് മുട്ടും. അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും മോളാ വീട്ടിൽ ജോലിക്ക് പോയപ്പോഴല്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾ കണ്ടിരുന്നെന്നും സ്നേഹിച്ചിരുന്നെന്നും ഇന്ന് അരുണിന്റെ അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. കഥകളെല്ലാം ഇന്നത്തോടെ അറിയുമല്ലോ. അറിഞ്ഞു കഴിയുമ്പോ സാർ എന്നെ മനഃപൂർവ്വം അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണെന്ന് വിചാരിക്കും. അതിനു വേണ്ടിയിട്ട് ബ്രോക്കർ ദാമോദരേട്ടനെ സാറ് കയ്യിലെടുത്തതാണെന്നും സാറിന്റെ ഏടത്തി ഉൾപ്പെടെയുള്ളവര് പറയും. മോളെ കണ്ട ഉടൻ തന്നെ വിവരങ്ങളൊക്കെ അമ്മ ചെന്ന് വീട്ടിലുള്ളവരോട് പറയോ? അതൊന്നും എനിക്കറിയില്ല. സാറ് കളിക്കുന്നത് തീക്കളിയാ. എങ്ങനെയെങ്കിലും ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചാ മതിയായിരുന്നു. കൊടുങ്കാട്ടിന് നടുവിലുള്ള റോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന എനിക്ക് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായില്ലേ ഏടത്തി? കണ്ണേട്ടനെയും ഏടത്തിയും പോലെ കുറച്ചു പേരെ ബന്ധുക്കളായിട്ട് കിട്ടിയില്ലേ? ഇത്രയൊക്കെ മതി. അതിനപ്പുറം മോഹിക്കുന്നത് തെറ്റാ ഏടത്തി. അതൊക്കെ തുടക്കടി. എന്തു പറ്റിയടാ? പ്രാഗുവല്ലയോ പ്രാഗ് വലിച്ചു. നിർത്തിയ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഒന്ന് കിഴിവ്. എനിക്ക് അടുക്കള വരെ പണിയുണ്ട്. ദേ, അടുക്കളയിലെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് കേക്ക്. പിടിക്കാൻ അങ്ങോട്ട്. ചേച്ചി, വൈരാഗ്യം ഒരുപാടുണ്ടെന്നറിയാം. അതിന്റെ ദേഷ്യവും അത് എന്റെ പുറത്ത് തീർക്കരുത്. മയത്തി തടവണേ. അവന്മാര് തല്ലിയത് മയത്തിലല്ല, മയത്തിൽ. എന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു, വിശ്വൻ. പപ്പനും ദീപനും കാറ് തടഞ്ഞപ്പോഴേ അവൻ ഇറങ്ങി ഓടി. എന്നെക്കാളും തടി ഉണ്ടെങ്കിലും അടി വന്നപ്പോ തടി മറന്നുള്ള ഓട്ടമായിരുന്നു, ആനയെപ്പോലെ. അതുകൊണ്ട് 2 എണ്ണം അവന് കൊടുക്കാൻ വെച്ചതുകൂടെ എനിക്ക് തന്നു. ഒന്ന് പയ്യെ തടവ് ചേച്ചി. പയ്യെ തടവുന്ന് മിണ്ടായി. ഇവര് തടവിയാലേ ഇനി ആ വേദന മാറ്റാൻ വേറൊരാളെ കൊണ്ട് തടവിക്കേണ്ടി വരും. ചിലപ്പോ. എന്നാ പിന്നെ നീ തടവ്. നിങ്ങൾ ചാവട്ടെ, എന്നിട്ട് ഞാൻ തടവാം. ഇതാണോ മോനെ ആ പെൺകുട്ടിയുടെ വീട്? ഇത് വാടക വീടാ. അപ്പൊ സ്വന്തമായിട്ട് വീടില്ലേ? അതേപ്പറ്റിയൊക്കെ പറയാം. ആദ്യം പെൺകുട്ടിയെ കാണാം, വാ. എന്താമ്മേ? കഥകളൊക്കെ കേട്ടപ്പോഴേ അവളെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. അവള് നിരപരാധിയാ, നീയാണ് കുറ്റക്കാരൻ. അത് ഞാൻ 100 വട്ടം സമ്മതിക്കുന്നു. പിന്തിരിഞ്ഞു പോയ അയാളെ പല രീതിയിൽ പ്രഷർ ചെയ്തതും പലരെ കൊണ്ട് സ്വാധീനിച്ചതും ഞാനാ. അങ്ങനെ അവസാനം അയാൾ എന്നെ സ്നേഹിച്ചത്. നിന്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ നിന്റെ അപ്പച്ചിയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ആ പെൺകുട്ടിയെ ചതിക്കുകയാണ് ചെയ്തത്.
അയാളെ വിവാഹം കഴിക്കുവാണെങ്കിൽ പിന്നെ ചതിയുടെ പ്രശ്നമില്ലല്ലോ അമ്മേ. ആ പിന്നെ നീ അവളോട് തെറ്റ് ചെയ്തില്ലെന്ന് പറയാം. പക്ഷെ നിന്റെ അപ്പച്ചിയോടോ? അപ്പച്ചിയുടെ കാര്യത്തിൽ ഞാനാണോ തെറ്റുകാരൻ? മാളു എനിക്ക് ചേരുന്ന പെണ്ണല്ലെന്ന് അമ്മയ്ക്കും നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ശരത് അങ്കിള് പോലും അതിനെ എതിർക്കുന്നുണ്ട്. ആ ശരത്തിന് പോലും ദേവിയെ പറഞ്ഞു തിരുത്താൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? ശരത്തൊരിക്കലേ കൈ ചൂണ്ടി സംസാരിച്ചപ്പോ അവിടെ നടന്ന യുദ്ധം അറിയാലോ. കൈയിലെ ഞരമ്പ് മുറിച്ചു ദേവ. അതിനുശേഷം ശരത്ത് ദേവിയുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിന്നിട്ടുള്ളത്. സ്വന്തം ഭാഗം ജയിക്കാൻ, സ്വന്തം ആഗ്രഹം നടക്കാൻ ആത്മഹത്യക്ക് പോലും ശ്രമിക്കുന്നവളാണ് നിന്റെ അപ്പച്ചി. അങ്ങനെയുള്ളിടത്ത് ഞാൻ എങ്ങനെ അവളെ എതിർക്കും? പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാ ഒരു രക്ഷയുമില്ല. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ആ പെൺകുട്ടിക്ക് മനസ്സ് കൊടുത്തതിലാണ് എന്റെ പരാതി. ഞാൻ എന്നും അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മയെ സ്നേഹിക്കാനും സഹായിക്കാനും അവശതയിൽ നോക്കാനും മടിയില്ലാത്തൊരു പെൺകുട്ടി വേണം എന്റെ ഭാര്യയാവാനെന്ന്. അമ്മ ആ കണ്ണുകൊണ്ട് നോക്കുമ്പോ അമ്മയ്ക്ക് പറ്റിയ മരുമോളെ കാർത്തു. മറിച്ച് മാളുവാണ് വീട്ടിലേക്ക് എത്തുന്നതെങ്കിൽ 2 മക്കൾക്കും മരുമക്കൾക്കും അമ്മ വെച്ച് വിളമ്പണം, വീട് തുടച്ച് വൃത്തിയാക്കണം. ഇവിടെ അമ്മ നേരിട്ട് അനുഭവിച്ചതാ, കണ്ടതാ വീട് നോക്കാനുള്ള കാർത്തൂന്റെ മിടുക്ക്. പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് മനസമാധാനം തരുന്നൊരു ഭാര്യ, അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ഏട്ടത്തിയെ പോലെ ഭർത്താവിനെ കൂച്ചുവലം കിട്ടി നിർത്തുന്ന ഒരു പെൺകുട്ടിയല്ല, തളച്ചിടുന്ന ഒരു പെൺകുട്ടിയേ അല്ല. എല്ലാം ശരിയാ, പക്ഷെ നീ ചിന്തിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാൻ പ്രയാസമാണ്. നീ ഏതായാലും വാ, നമുക്ക് ആ കൊച്ചിന്റെ വീട്ടിലോട്ട് പോവാം. ഇവൻ എന്നോടെല്ലാം പറഞ്ഞു. കേട്ടപ്പോ വേദന തോന്നി. ഇവന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാതെ എന്തിനാ മോളെ ഇവനെ സ്നേഹിച്ചത്? അല്ല, നിന്നെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇവനല്ലേ പിന്നാലെ നടന്ന് നിന്നെ വേണമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ നാഥനായിരുന്ന ഒരാള് ജയിലിലേക്ക് പോയി. അതുകൊണ്ട് അമ്മ ഈ തകർച്ചയൊക്കെ ഉണ്ടായത്. ഇവൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. കാർത്തൂനെ പോലൊരു പെൺകുട്ടി തന്നെയാ എന്റെ വീടിന് ആവശ്യവും. മനസ്സിലായോ എന്നെ? മനസ്സിലായി. ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, എങ്കിലും അറിയാം. ഇവൻ പറഞ്ഞു നടന്നതൊക്കെ. കേട്ടപ്പോ നല്ല വിഷമം തോന്നി. എന്റെ കാര്യത്തിൽ വിഷമമൊന്നും വേണ്ട, അതിനേക്കാളും വലിയൊരു വേദന ഇപ്പൊ ഉണ്ട്. മനസ്സിലായി. എല്ലാം ഇവന്റെ ഭാഗത്തെ തെറ്റാ. ഞങ്ങള് കാത്തൂനെ കണ്ടിട്ടാ വരുന്നത്. മോള് അവിടുത്തെ ജോലിക്കാരിയായിരുന്നു. അത് ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാ. അവിടെ വെച്ചല്ല ഇവര് പരിചയപ്പെട്ടതും. ഞാനെല്ലാം പറഞ്ഞു അമ്മയോട്. അടക്കി പിടിച്ച് വളർത്തിയതാ മോളെ, മഴയും വെയിലും പോലും ഏൽപ്പിക്കാതെ. പിന്നെ ജീവിതമാകുമ്പോ നന്ദി കെട്ട ചില ആൾക്കാര് പകയും പ്രതികാരവും ഒക്കെ ആയിട്ട് കൂടെ കൂടിക്കോളും. അങ്ങനെ കിട്ടിയതാ ഈ ജയിൽവാസം. എനിക്കെല്ലാം മനസ്സിലായി. അതിന്റെ സങ്കടവും ഉണ്ട്. പക്ഷേ ആ പാവം കൊച്ചിനെ വിളിച്ചോണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാ. അതുപോലെ ഇവന്റെ ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് അരുണ. ഇപ്പോ സംഭവങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയും. മോൾക്ക് ആർഭാടമായ ജീവിതം ഒന്നും വേണ്ടമേ. വിശപ്പടക്കാൻ ഇത്തിരി ആഹാരവും പിന്നെ കിടന്നുറങ്ങാൻ ഒരു മുറിയും മാത്രം മതി. പിന്നെ പറയുന്ന എന്ത് ജോലിയും ചെയ്തോളൂ. അരുൺ പറഞ്ഞു കാണുമല്ലോ, 7-8 പശുക്കളും ഇത്തിരി കൂടുതൽ പറമ്പൊക്കെ ഉള്ളൊരു തറവാടായിരുന്നു ഞങ്ങളത്. നേരം പുലർന്നാ പിന്നെ വൈകുന്നേരം വരെ ഞാൻ പറമ്പിലും പാടത്തൊക്കെ തന്നെ കാണും. കടയിൽ പോകാത്ത നേരത്തെ
ആ സമയത്ത് ചെയ്യാവുന്ന സഹായം എല്ലാം ചെയ്തു തരും എന്റെ കാർത്തു. പിന്നെ ഞാനിപ്പോ അങ്ങ് ജയിലിലായി. അവരൊക്കെ തറവാട്ടിന് പുറത്തുപോയി. അതിന് മോക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് അരുണിനൊപ്പം ആയാ പേടിക്കാനില്ലെന്ന് പറയാം. പിന്നെ എല്ലാം തീരുമാനിക്കുന്നത് മുകളിലൊരാളാണല്ലോ. ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലമ്മേ. മണ്ണിനെ പോലും നോവിക്കാതെ കളിക്കാറുള്ളത്. കൃഷിയെയും പശുക്കളെയൊക്കെ നോക്കിയതും അങ്ങനെ തന്നെ. എന്നിട്ടും കഞ്ചാവ് കേസിനകത്തായി. എന്തായാലും നിന്റെ ധൈര്യം അപാരം തന്നെ. ധീരനായ ഒരാളിനൊപ്പമാണ് കൂട്ട്. പിന്നെ ധൈര്യം കാണാതിരിക്കോ? അല്ല, നിന്റെ കെട്ടിയും വൈകുന്നേരം അല്ലേ വരൂ? മിക്ക ദിവസങ്ങളും രാത്രി 8-9 മണിയാകും. അയാള് പണത്തിന്റെ പിന്നാലെയാ. പ്രഗ്നന്റ് ആയ ഭാര്യയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ പോലും നേരമില്ല. പിന്നെ അയാളുടെ കുഞ്ഞല്ലാത്തോണ്ട് ഞാൻ നിർബന്ധിക്കാറുമില്ല. എനിക്ക് ഈ സമയത്ത് അരികിൽ വേണ്ടത് എന്റെ ദീപേട്ടനെ. നീ ഉണ്ണിയെ എല്ലാം അറിയിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അത് തൽക്കാലം വേണ്ട. ഒരു കാരണവശാലും ഉണ്ണി നിന്നെ തള്ളിക്കളഞ്ഞ നമ്മൾ ഒരുമിച്ച് താമസിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഒന്നിച്ച് താമസിക്കുന്നതാ എനിക്കിഷ്ടം. പിന്നെ ദീപേട്ടന് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അയാൾ എന്നെ വിട്ടു പോയാലും ഞാൻ ഇവിടെ തന്നെ കാണും. ഇടയ്ക്കിടയ്ക്ക് ദീപേട്ടന് എന്നെ വന്ന് കണ്ടാ മതി. നിന്റെ അപ്പച്ചി പറയുന്നൊക്കെ ഉണ്ണി വിശ്വസിക്കോ? എവിടെ വിശ്വസിക്കാന്? അവരെ അടിച്ചിറക്കി വിടണമെന്നാ ഇപ്പൊ ഉണ്ണിയേട്ടൻ പറയുന്നത്. സ്വന്തം അമ്മയെ പോലും സ്നേഹിക്കാത്തവൻ. ഞാൻ പറഞ്ഞല്ലോ ദീപേട്ട, അങ്ങേർക്ക് ആരോടും സ്നേഹമില്ല. അത് സ്വന്തം ഏട്ടന്റെ കാര്യം വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ? നാളെ പൂത്ത പണവുമായി വേറൊരു പെണ്ണ് വന്ന അങ്ങോട്ട് ചായും. അതാ അയാളുടെ സ്വഭാവം. അങ്ങനെ സമ്പത്തിനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ ഭർത്താവ് എന്ന് വിളിക്കാൻ പറ്റൂ? എനിക്ക് ജീവിക്കാൻ വലിയ മാർഗമൊന്നുമില്ല. ഞാനൊരു 3 ഏക്കറിനെ പറ്റി പറഞ്ഞിരുന്നു. ഇടി നിന്റെ പേരിലുള്ളത് എന്റെ പേരിലാക്കി തരാവുന്നു. അതിന് നടപടിയൊന്നും ആയിട്ടില്ല ഇതുവരെ. അതിനെപ്പറ്റി ദീപേട്ടൻ പിന്നെ ഓർമ്മിപ്പിച്ചില്ലല്ലോ. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ തറവാടെ ദീപേട്ടന്റെ പേരിൽ എഴുതി വെക്കണമെങ്കിൽ അതും ചെയ്യും. എന്തിനീ സ്വത്തും പണമൊക്കെ? ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പം, എന്റെ കുഞ്ഞിന്റെ അച്ഛനൊപ്പം ഈ ജീവിതം ജീവിച്ചു തീർക്കണം. അതാ എന്റെ ആഗ്രഹം. ഞാൻ ഇങ്ങോട്ട് വന്നത് മാമന് വിഷമമായി. പതിവില്ലാതെ വന്നത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചത് ഉണ്ണിക്കുട്ടന് വിഷമമായോ? മോൻ അങ്ങോട്ടിരിക്കേ. തലവേദനയാണെങ്കിലേ ഞാൻ തുളസിയിലയിട്ട് കഷായം എടുക്കാം. ഞാനൊന്ന് പോയി കിടക്കട്ടെ. മോനെ ഉണ്ണിക്കുട്ടാ, അങ്ങനെ പോയി കിടന്നാലേ തലയ്ക്ക് ഭാരം കൂടും, ഇരുന്നാ ഭാരം കുറയും. തൽക്കാലം ഇരിക്കുന്നില്ല. മോനെ, നല്ല തലവേദന ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണാം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. എന്നാ പിന്നെ നിനക്ക് അവിടെ നല്ലൊരു ഡോക്ടറെ കണ്ടുകൂടായിരുന്നോ? നീ ചികിത്സിച്ചാലേ തലവേദന കൂടത്തേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പലരും പരാതി പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള മാമന്റെ സംസാരം കേട്ടാലേ തലവേദന കൂടത്തേ ഉള്ളൂ. എന്തോ ചെയ്യൂടി. നിങ്ങൾ മൊബൈൽ എടുത്ത് കൊച്ചിനെ വിളിച്ച് പറയാ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും നമുക്ക് നന്നായി ജീവിക്കണം ഉണ്ണിയേട്ടാ. അതിന് ഉണ്ണിയേട്ടന്റെ ജോലി ശ്രദ്ധിച്ചേ പറ്റൂ. ഹോസ്പിറ്റലിൽ നന്നായി നോക്കി നടത്തണം. ഇപ്പൊ അത് നഷ്ടത്തിലാന്നാ പറയുന്നേ. ഉണ്ണിയേട്ടന്റെ മെടുക്കുകൊണ്ടേ നമ്മുടെ ഹോസ്പിറ്റലിൽ പേരെടുക്കണം. പിന്നെ ഇവിടെ കൂട്ടായിട്ട് ഇപ്പൊ എന്റെ പപ്പയും അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പച്ചി കൂടെ സ്വഭാവം മാറ്റിയാ പിന്നെ പേടിക്കാനൊന്നുമില്ല. അമ്മ ഒരിക്കലും സ്വഭാവം മാറ്റില്ല. ഏട്ടത്തിയും കാർത്തുമൊക്കെ ഇവിടെ ഉള്ളപ്പോഴും അവരെയായിരുന്നു ഏത് സമയവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവര് പോയപ്പോ പിന്നെ കുറ്റപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതിപ്പോ നിന്റെ നേരെ തിരിഞ്ഞിരിക്ക. അപ്പച്ചി എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഒന്നും
ഉണ്ണിയേട്ടൻ ശ്രദ്ധിക്കാതിരുന്നാ മതി. ഞാനേ ഉണ്ണിയേട്ടന് കുടിക്കാൻ ജ്യൂസ് എടുക്കാൻ പറയാം. അയ്യോ വേണ്ട. ദേ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നല്ല ഓറഞ്ച് ജ്യൂസ് ഒരു ഗ്ലാസ് കുടിക്കുമ്പോ ക്ഷീണം പകുതി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് തുളസിയിലെയും മറ്റൊക്കെ ഇട്ടിട്ട് ഒരു കഷായം ഉണ്ടാക്കി തരാം. ഇന്നത്തോടെ ഉണ്ണിയേട്ടന്റെ ക്ഷീണമൊക്കെ മാറണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടും. ഇവിടെ തന്നെ കിടക്കണേ. രണ്ടെണ്ണത്തിനെയും രാപ്പകല് വിശ്വസിക്കാൻ കൊള്ളില്ല. അവരെ ഈ രീതിയിൽ തന്നെ ചതിക്കണം. മോളെ. ആ അമ്മയോ? അരുണേട്ടന്റെ ജോലി സ്ഥലത്ത് പോയിട്ട് എന്തായി? അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ്, ഒന്നുമില്ല മോളെ. എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ? മോളും അവനും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. അതേപ്പറ്റി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അരുണേട്ടൻ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. താഴെ ശരത്തോയി സംസാരിച്ചിരിക്കുക. പ്രായവ്യത്യാസമൊന്നും എനിക്കൊരു പ്രശ്നമല്ല അമ്മായി. അതൊക്കെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികള് നോക്കാറില്ല. കല്യാണം കഴിക്കുന്ന ആളിന്റെ സ്വഭാവം, അതിനാണ് ഞങ്ങൾ പെൺകുട്ടികൾ മുൻഗണന കൊടുക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ അരുണേട്ടനെ വിശ്വാസം. മോളെപ്പോഴും ദേവിയുടെയും മഞ്ജുവിന്റെയും വാക്കുകളാ കേൾക്കുന്നത്. അരുണിന്റെ ഇഷ്ടം എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് അരുണേട്ടനെ ഇഷ്ട. അതുകൊണ്ട് തന്നെ അമ്മ അരുണേട്ടനെ പറ്റി പറഞ്ഞപ്പോ എനിക്കത് എതിർക്കേണ്ട കാര്യമില്ല. പരിചയമില്ലാത്തൊരു ഫാമിലിയിലേക്ക് കടന്നു ചെല്ലാനും എനിക്ക് പേടിയാ. ഇതാവുമ്പോ അമ്മായി, മഞ്ജു ചേച്ചി, അങ്ങനെ എല്ലാവരും എന്റെ സ്വന്തക്കാരാ. എനിക്കവിടെ അന്യ വീടായി തോന്നേണ്ട കാര്യമില്ല. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ചിന്തിച്ചാ എന്ത് ചെയ്യും മോളെ? ഒരു വീട്ടിൽ നിന്ന് രണ്ട് ബന്ധം എടുക്കുന്നത് അത്ര നല്ലതാണെന്ന അഭിപ്രായം എനിക്കില്ല. ജോലി സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അരുണേട്ടന്റെ അമ്മായിയെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അമ്മായി ഇങ്ങനൊന്നും സംസാരിക്കില്ല. അമ്മ ഇപ്പൊ മൂകാംബിക പോയിരിക്കുന്ന തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അമ്മായിയും ഞങ്ങൾ ഒന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനാകെ മനപ്രയാസത്തിലാ മോളെ വന്നിരിക്കുന്നത്. എന്താ അമ്മായിയുടെ മനപ്രയാസം? അല്ല, അവൻ ഇതുവരെയും മോളെ ഭാര്യയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതേപ്പറ്റി അവൻ ഒരുപാട് സംസാരിച്ചു. മോൻ എന്താ ഈ ആലോചിക്കുന്നേ? എന്തായാലും മാളുവിനെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. പറ്റില്ല എന്ന് നീ എന്നോട് പറയുന്നത് പോലെ അപ്പച്ചിയോട് പറയൂ. എനിക്കെന്തായാലും അവളുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് മാളുമായിട്ടുള്ള വിവാഹത്തെ എതിർക്കാൻ പറ്റുമോ? അതിനുവേണ്ടിയാണ് ഞാനിപ്പോ പോയത്, മാളുവിനോട് സംസാരിക്കാൻ. അവക്കാണെങ്കിൽ നിന്നെ തന്നെ മതി. പിന്നെ എന്ത് ചെയ്യാനാ? കാർത്തു പറയുന്നുണ്ട് പിന്മാറാന്നൊക്കെ. അമ്മ അത് എന്നോടും പറഞ്ഞു പലതവണ.